ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ പൗലോസ്യുടെ ലേഖനത്തിലെ റോമർക്കാർക്ക് ലേഖനത്തിലെ 7-ാം അധ്യായത്തിലെ 20 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ ഇച്ഛിക്കാത്ത ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നാണ് വിശുദ്ധ പൗലോസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഞാൻ ദുർഭകനായ ഒരു മനുഷ്യനാണ് എന്ന നിലവിളിയോടെ അദ്ദേഹം അത് അവസാനിപ്പിക്കാൻ എഴുതി. സ്വയം രക്ഷിക്കാനാവാത്ത വിധം ആന്തരിക അടിമത്തത്തിൽ നിന്ന് എന്നെ വിമോചിക്കാൻ ആർക്ക് സാധിക്കും എന്നുകൂടി ശ്ലീഹ നെടുവേർപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ എപ്പോ വീഴണം എന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു. അത്യന്തം നിർണായകമായ ഒരു വേളയിൽ എങ്ങനെ അത് സംഭവിച്ചു എന്ന് തനിക്ക് പോലും പിന്നീട് വിസ്മയം തോന്നത്തക്ക വിധം ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ശ്ലീഹ നമുക്ക് ഈ മുന്നറിയിപ്പ് തരുന്നത് വെറുതെ അല്ല തന്നെ. കാരണം 1 പത്രോസ് 5 അദ്ദേഹത്തിൽ 8-ാം തിരുങ്ങനെ പറയുന്നുണ്ട്, ജീവന്റെ ഉറവിടമായ പിതാവും പരിപോഷകനായ പുത്രൻ തമ്പുരാനും ശക്തീകരിക്കുന്ന ചൈതന്യവുമായ ത്രിയേക ദൈവം ജീവനുണ്ടാകാനും അത് സമൃദ്ധമാകാനുമുള്ള പദ്ധതികളാണ് ഈ പ്രപഞ്ചത്തിലും മനുഷ്യ ജീവിതത്തിലും നിവർത്തിച്ചു പോരുന്നത്. എന്നാൽ ജീവന്റെ സമഗ്രക്കെതിരെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്യമിക്കുന്ന തിന്മയുടെ ശക്തിയെയും അവിടുന്ന് നിലനിർത്താൻ അനുവദിച്ചിരുന്നു. സമതുലിതാവസ്ഥ നിലനിന്ന് പോരാൻ വിളകൾക്കൊപ്പം എന്തുണ്ടായിരിക്കും? കളകളും ഉണ്ടായിരിക്കും. അത് ഒരു കൃഷിക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കൃഷിക്കാരൻ്റെ യുക്തിയിലാവാം ദൈവത്തിൻ്റെ അനന്തജ്ഞാനം തിന്മയെ കൂടി നിലനിന്ന് പോരാൻ സമ്മതിക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെ ഒരു ജീവിത സെറ്റപ്പിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിശാച് എന്ന് തിരുവചനം സൂചിപ്പിക്കുന്ന ഈ വിപരീത ശക്തിക്കുള്ളത് മുൻപ് സൂചിപ്പിച്ച പരാധജീവിയുടെ ആ ഒരു സ്വഭാവമാണ്. വശീകരിക്കുന്ന പാമ്പായും പരീക്ഷിക്കുന്ന ഭീകര അരൂപിയായും അലറുന്ന സിംഹമായും വിനാശകാരിയായ ഉഗ്രസർപ്പമായും ഒക്കെ തിരുവചനം അലങ്കാരികമായിട്ട് ചിത്രീകരിക്കുന്ന ജീവന്റെ സമഗ്രതയ്ക്കെതിരെയും ദൈവിക നിയമങ്ങൾക്കെതിരെയും പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സാത്താൻ കേവലം ഒരു വ്യക്തി എന്നതിലുപരി നന്മയോട് പോരാടുന്ന ഒരു ഊർജമാണത്. നെഗറ്റീവ് ഊർജം തന്നെയാണത്. ദൈവത്തിൻ്റെ ഛായാസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാൻ ആന്തരിക സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ വികലീകരിച്ച് ദൈവഹിതത്തിന് എതിരായി പ്രേരണകൾ നൽകിയാണ് മനുഷ്യനെയും പ്രപഞ്ചത്തെയും സംബന്ധിക്കുന്ന ദൈവിക പദ്ധതികളെ തകർക്കുന്നതിൽ സാത്താൻ എപ്പോഴും വിജയം നേടുന്നത് നമുക്കറിയാൻ സാധിക്കും. തനിക്കുണ്ടാകുന്ന ആന്തരിക പ്രേരണകൾ നന്മയിൽ നിന്നാണോ തിന്മയിൽ നിന്നാണോ എന്ന് തിരിച്ചറിഞ്ഞ് നന്മയുടെ പക്ഷം ചേരാനോ അഥവാ തിന്മയുടെ ഉപകരണമാകാനുള്ള തെരഞ്ഞെടുപ്പിനുള്ള വരം, ആ ഒരു ഫ്രീ വിൽ നമുക്ക് മനുഷ്യനെ നൽകപ്പെട്ടിരിക്കുന്ന ജീവന്റെ ഉടയവൻ അന്തരംഗത്തിൽ നൽകുന്ന സൽപ്രേരണകളെ നിരന്തരം തിരിച്ചറിഞ്ഞ് നിവൃത്തിയാക്കുന്നതിലൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് സഹകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കുക. റോമയുടെ 6-22 ഇങ്ങനെ പറയുന്നുണ്ട്, പാപത്തിന്റെ വേതനം മരണമാണ്.
മനസ്സാക്ഷിയെ, ദൈവ നിയമങ്ങളെ നിരന്തരം നിരസിച്ച് ഏതെങ്കിലും മേഖലയിൽ ജഡത്തിന്റെ സ്വാർത്ഥ വാസനകളെ, പ്രേരണകളോട് വിധേയത്വം പുലർത്തുന്ന ഒരാളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അയാൾ അറിയാതെ തന്നെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വഴുതി വീഴുന്നു. അത് പല രീതിയിലായിരിക്കാം, പല അവസ്ഥയിലായിരിക്കാം. അതെല്ലാം അതാത് വ്യക്തികൾക്ക് അതിന് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ വീണു പോകുന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റബോധവും നിരാശയും അപകർഷതാബോധവും ഭയവും നിറച്ച് ജീവിതത്തിന്റെ ഊർജം കെടുത്തി ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെ തന്നെയും ചൈതന്യരഹിതമാക്കി പതിയെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന തിന്മയുടെ ശക്തിയുടെ രഹസ്യ പദ്ധതിയാണ് അതിലൂടെ അവൻ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ നടപ്പിലായി കൊണ്ടിരിക്കുന്നത്. താൻ ചില പാപമേഖലകളുടെ അടിമയാണെന്ന് വ്യക്തി ചിലപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. എൻ്റെ പ്രവൃത്തികളെയും ചിന്താഗതികളെയും ന്യായീകരിക്കുന്ന ഒരു മിഥ്യാബോധം അയാളിൽ സാവധാനം രൂപം കൊള്ളുകയും ചെയ്യും. തൽഫലമായി ചിലരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമാവുകയും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ഒരുപക്ഷെ ചെയ്തേക്കാം. റോമയുടെ 1:20 പറയുന്നുണ്ട്, നമുക്ക് ശരിയെന്ന് സ്വയം ന്യായീകരിക്കുന്ന ചില വഴികളിലൂടെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവരായി അവർ മാറിയേക്കാം. ഇത്തരത്തിൽ തങ്ങളുടെ ആന്തരിക സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും തിന്മയ്ക്ക് വിധേയപ്പെട്ട് ആയിത്തീരും. കശാപ്പ് ശാലയിലേക്ക് കാള പോകുന്നത് പോലെ ഉടലിനുള്ളിൽ അമ്പ് തുളഞ്ഞ് കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ കെണിയിലേക്ക് പറന്നു ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു. ജീവനാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് ഒരിക്കൽ പോലും മനസ്സിലാകാതെയുള്ള യാത്ര. പറഞ്ഞു വരുന്നതാണ്, ആതിഥേയ സ്വഭാവ വികലീകരണം എന്നത് കേവലം ഒരു ജൈവിക പ്രതിഭാസം മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും സംഭവിക്കാവുന്നതാണിതെല്ലാം. മനുഷ്യനൊഴികെ മറ്റ് ജീവികൾക്ക് ദൈവം അവയുടെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ജൈവികമായ വാസനകൾക്ക് വിധേയമാകാതെ തരമില്ല. അതിനാൽ തന്നെ അവരുടെ പ്രവൃത്തികൾ ആന്തരിക സ്വാതന്ത്ര്യത്തിന് മേൽ നിന്നല്ല, തൽഫലമായി അവയുടെ പ്രവൃത്തികളിൽ മേൽ അതിൻ്റെ ഫലം എന്തു തന്നെ ആയാലും അവയ്ക്ക് തിന്മയിലേക്കുള്ള ചായ്വുകൾ തുടക്കം മുതലേ തിരിച്ചറിഞ്ഞ് തോൽപ്പിക്കാനായിട്ട് അവന് വിവേചന വരവങ്ങൾ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല, അവന് വിവേചനവരം നൽകപ്പെട്ടിരിക്കുന്നു. കൂടാതെ തിരുഹൃദത്താല് തൻ്റെ മേൽ ആധിപത്യം ചെലുത്താനായിട്ട് ശ്രമിക്കുന്ന തിന്മയുടെ വാസനകളെ ചേർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ പല പല അവസ്ഥകളുണ്ട്. തിന്മയുടെ അത് ചേർത്ത് തോൽപ്പിക്കാൻ പ്രിയ സൃഷ്ടിയായ മനുഷ്യനെ കൃപയ്ക്ക് മേൽ കൃപ നൽകാനും അവിടുന്ന് തയ്യാറാണ്. മനുഷ്യരാരും മൃഗങ്ങളല്ല, മനുഷ്യർ തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായി കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ആ കൃപ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമുള്ളൂ. ഒരു ആത്മീയ മനുഷ്യന് കണ്ണിൻ്റെ ആസക്തികളെ നിയന്ത്രിക്കാത്തതിൽ നിന്നും ആരംഭിച്ച് സാവധാനം താൻ പോലും അറിയാതെ കൊടിയ തിന്മകളിലേക്ക് ജീവിതം കൂപ്പകുത്തിയ സങ്കീർത്തകൻ പിന്നീടുണ്ടായ ആത്മീയ വെളിപാടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ, അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. സങ്കീർത്തനത്തിലെ 19-ാം സങ്കീർത്തനത്തിലെ 13-ാം തിരുവചനം എങ്ങനെയാണ് സങ്കീർത്തനം എഴുതി വച്ചിരിക്കുന്നത്? ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ ഉതകാത്ത
ചില പ്രവണതകൾ നമ്മിലൊക്കെ ആധിപത്യം ഉറയ്ക്കാനും ജീവിതത്തെ ദുർബലപ്പെടുത്താനും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ദുഷ്ടന്റെ ജ്വലിക്കുന്ന പരിച എടുക്കാനും രക്ഷയുടെ പടത്തൊപ്പി അണിയാനും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാനും പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളുടെ ആ പുണ്യ ദിവസങ്ങളുടെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളുടെ ആ ജീവിതത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിലായിരിക്കുന്ന അവസ്ഥ അത് എന്താണ്? നമുക്ക് ഈ ജീവിതം ദാനമായി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആ കൃപയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തിന്മയുടെ ശക്തികളെ നമ്മൾ നേരിൽ കാണുകയും തിന്മയുടെ ശക്തികളെ നമ്മൾ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മളിലുള്ള കൃപയ്ക്ക് മുകളിൽ കൃപ നൽകുമെന്നാണ് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിന്മയുടെ മുകളിൽ തിന്മ. സുഭാഷത്തിൽ പറയേണ്ട 14-12 പറയുന്നുണ്ട്, ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തേക്കാം. ശരിയെന്ന് സ്വയം ന്യായീകരിക്കുന്ന ചില വഴികളിലൂടെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവരായി അവർ മാറിയേക്കാം. സുഭാഷത്തിന്റെ പുസ്തകം 14-12. അപ്പോ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം അത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് തീർന്നങ്ങോട്ട് പോയി കുറെ കാശുണ്ടാക്കി പോയാൽ മാത്രം പോരാ. മറിച്ച് നമ്മുടെ ആത്മാവിന് ജീവിതമാകുന്ന ഈ യാത്രയിൽ പൂർണ്ണ സംരക്ഷണം കൊടുത്ത് അതിനെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഒപ്പമെത്തിച്ച് കൃപയുടെ മുകളിൽ കൃപ സ്വീകരിച്ച് അത് ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതചക്രം അല്ലെങ്കിൽ ജീവിത പൂർത്തീകരണത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, ആന്തരിക അടിമത്തിൽ നിന്ന് തന്നെ വിമോചിപ്പിക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ള ചിന്ത മനസ്സിലാക്കുക. അത് നമ്മുടെ കർത്താവിന് സാധിക്കും. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വീഴണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത്യന്തം നിർണായകമായ വേളയിൽ പോലും നമുക്ക് തീരുമാനങ്ങളെടുക്കാനും നമ്മുടെ ജീവനെ നശിപ്പിക്കാതിരിക്കാനും, ജീവൻ എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടെന്ന് ജീവിക്കുന്ന ജീവിതത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പല ജീവിതങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെയും നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മദ്യത്തിൻ്റെ പടുകുഴിയിലായിപ്പോയവര് ഇതൊന്നും ലഭിക്കില്ല. കാരണം അവൻ്റെ ചിന്തയെ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. മദ്യത്തിന് വിട്ടുകൊടുക്കുക. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഒന്നും കഴിക്കില്ല. ഇല്ല പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ വർഷങ്ങൾ പിന്നിട്ടു. 60 വയസ്സും കഴിഞ്ഞു. ഇന്ന് വരെ ഞാൻ മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. കാരണം എൻ്റെ ആസക്തികൾ ഉള്ളത് തിരുവചനത്തിലാണ്. അതല്ലാതെ പുറത്ത് നിന്ന് ഏതെങ്കിലും വൃത്തികെട്ട വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് എൻ്റെ മനസ്സിനെയോ ശരീരത്തിനെയോ എൻ്റെ ബുദ്ധിയെയോ ഞാൻ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു പുകവലിയും ഞാൻ ചെയ്തിട്ടില്ല. കാരണം തിരുവചനേക്കാൾ വലിയൊരു ഒരു സുഖം മറ്റൊന്നിനും എനിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തോടു കൂടി ആയിരിക്കുമ്പോൾ ദൈവം തരുന്ന വലിയൊരു കൃപയുണ്ട്, ദൈവം തരുന്ന വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന വലിയ ആനന്ദമുണ്ട്. തീർച്ചയായിട്ടും മാനസികമായ ചില ചിന്തകളും വിഷമങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഏത് മനുഷ്യനും ഉണ്ടാവും. സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പലതും, സഫറിങ് വേണ്ടി വരും പലതും. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വലിയ കരുതല് ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും.
കാരണം നമ്മളിത് ഈ വചനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ, വലിയൊരു കരുണ ആ എലിയയ്ക്ക് ഭക്ഷണം കൊടുത്ത പോലെ നമ്മൾ ഏതവസ്ഥയിലായാലും എല്ലാം ദൈവം അറിഞ്ഞുണ്ട്. ചോദിക്കേണ്ടി പോലും കാര്യമില്ല. എലി അവിടെ വിഷമിച്ചിരുന്നപ്പോൾ കാക്കകൾ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയാണ്, വെള്ളം കൊണ്ടുവരികയാണ്. എനിക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ സ്വർഗീയ അപ്പച്ചനറിയാം. അതെനിക്ക് ലഭിക്കും. പിന്നെ അത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തന്ന് ആ ഉത്തരവാദിത്തത്തിൽ കൂടി എന്നെ കടത്തിവിട്ട് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുവർത്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവർ മനസ്സിലാക്കുക, നമ്മളെല്ലാം പാപികളാണ്. ദൈവമേ സമർപ്പിക്കുന്നു, ഞങ്ങളെല്ലാവരും പാപികളാണ് തിരിച്ചറിയുന്നു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിശാച് ആരെ വീഴണമെന്ന് കരുതി അലറിക്കൊണ്ട് നടക്കുന്ന ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിന്റെ വലിയ കൃപയാല് ഞങ്ങളെ നയിക്കപ്പെടണേ. നിന്റെ വലിയ കൃപയാല് ഞങ്ങളെ സംരക്ഷിക്കപ്പെടണേ. കർത്താവേ, പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. നിന്റെ തിരുവചനത്തിന്റെ ശക്തിയാല് ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കണമേ, നയിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.